ശ്രീ എ കെ അങ്ങ് എങ്ങനെയാണ് MT പത്മയെ ഓർമ്മിക്കുന്നത്? അങ്ങേക്കൊപ്പം തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ വിട പറയുന്നത്. ആദ്യമേ തന്നെ അടുത്ത സഹപ്രവർത്തകരായിരുന്ന MT പത്മയുടെ നിര്യാണത്തിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതൽ പത്മയുമായി പരിചയമുള്ളതാണ്. പക്ഷെ എപ്പോഴാണ് മുതൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകന്റെ അതെ. അതോടൊപ്പം കായിക രംഗത്തും തന്റെ കഴിവ് തെളിയിക്കാൻ ചെറുപ്പം മുതലേ കഴിഞ്ഞിരിക്കുന്നു. അതുകൂടിയായി കോൺഗ്രസിലേക്ക് കടന്നു വന്ന് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായി മാറുകയുണ്ടായി. എന്റെ കൂടെ മന്ത്രിസഭയിൽ പത്മപ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഇപ്പോൾ ഓർക്കുകയാണ്. തന്റെ വകുപ്പുകൾ ഭംഗിയായി കൈകാര്യം മാത്രമല്ല, മന്ത്രിസഭാ യോഗങ്ങളിൽ ചർച്ചിച്ചു വരുന്ന 7 വർഷത്തെക്കുറിച്ചും സ്വതന്ത്രമായി ആരെയും മുഷിപ്പിക്കാതെ അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവമായിരുന്നു പത്മയ്ക്കുണ്ടായിരുന്നത്. ബാംഗ്ലൂരിലേക്ക് താമസം മാറ്റുന്നതിന് മുമ്പ് ഞാൻ കോഴിക്കോട് പോകുമ്പോഴെല്ലാം പത്മയെ കാണുമായിരുന്നു. അത് കഴിഞ്ഞ് പത്മ ബാംഗ്ലൂരിലേക്ക് പോയപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയേറെ പ്രതിബദ്ധതയുള്ള ഏറ്റെടുക്കുന്ന ജോലിക്ക് നിർവഹിക്കുന്നതിന് വേണ്ടി കേരള അതോറിറ്റിയായി ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള ഒരു സഹപ്രവർത്തിയായിരുന്നു MT പത്മ. അന്നേ നിലയിൽ പത്മയുടെ പ്രവർത്തനം പ്രത്യേകമായി അഭിനന്ദനം അർഹിക്കുന്നതാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. എന്റെ മന്ത്രിസഭയിലെ ഏറ്റവും സമസ്യയായ മന്ത്രിസഭാംഗമായിരുന്ന പത്മയുടെ വിയോഗത്തിൽ ഞാൻ എന്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. വളരെയധികം നന്ദി ശ്രീ എ കെ ആന്റണി.